കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിലെ ഒരു ഘോഷയാത്രയ്ക്ക് നേരെ നടന്ന കല്ലേറ് അത് വ്യാപകമായ സംഘർഷത്തിലേക്ക് കലാശിച്ചിരിക്കുന്നു. പോലീസ് 21 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഡോക്ടർ അംബേദ്കർ ജയന്തിയോടനുബന്ധിച്ച് നടന്നൊരു ഘോഷയാത്ര അതൊരു മസ്ജിദിന് മുൻപിലൂടെ പോയപ്പോൾ ഒരു വിഭാഗം ആളുകൾ അത് തടയുകയായിരുന്നു. സാഹിർ ലാല ഭഗവാൻ, സമീർ ലാല ഭഗവാൻ, ഇസ്ക് മിസ്ത്രി, കല്ലു പത്താൻ, കൗസർ മൂസ കാഥിക് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ഒരു വലിയ ജനക്കൂട്ടം ഈ ഘോഷയാത്ര തടഞ്ഞുകൊണ്ട് പറഞ്ഞത് ഇതിനു മുൻപിലൂടെ പോകാൻ കഴിയില്ല എന്നാണ്. തുടർന്ന് ഈ ഘോഷയാത്രയ്ക്ക് നേരെ അതിശക്തമായ രീതിയിൽ കല്ലേറുണ്ടായി. വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയായിരുന്നു. പോലീസ് എത്തി 21 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇതിൽ 7 പ്രതികളെ അപ്പോൾ തന്നെ പിടികൂടുകയും ചെയ്തു. IPC 143, 146, 147, 149, 295, 296 എന്ന വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ഈ ഘോഷയാത്രയ്ക്ക് എതിരെ ഇപ്പോൾ നടക്കുന്ന അക്രമ സംഭവങ്ങൾ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. കാരണം നമുക്കറിയാം ഇനി വരാൻ പോകുന്നത് ഘോഷയാത്രകളുടെ നാളുകളാണ്. ഈ ഹൈന്ദവ ഘോഷയാത്രകളുടെ തന്നെ ഒരു വലിയ നീണ്ട നിര തന്നെ വരുന്നു. കാരണം ഇന്ത്യയിൽ ഇപ്പോഴൊരു പുതിയ രീതി എന്ന് പറഞ്ഞാൽ ഇത്തരം ഘോഷയാത്രകൾ അലങ്കോലപ്പെടുത്തുക, അതിന് നേരെ കല്ലെറിയുക എന്നുള്ള രീതിയാണ്. ഏതായാലും ഈ ഡോക്ടർ അംബേദ്കർ ജയന്തിയോടനുബന്ധിച്ച് നടന്ന ഘോഷയാത്ര മഹാരാഷ്ട്ര ഒരു കലാപത്തിന്റെ വക്കിലേക്ക് എത്തി നിൽക്കുന്നു. സംഘർഷഭരിതമായ അന്തരീക്ഷത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ പോലീസ് പറയുന്നത് കിംവദന്തികൾ വിശ്വസിക്കരുത്, ഫേക്കായിട്ടുള്ള പ്രചരണങ്ങളോ അല്ലെങ്കിൽ വാട്സപ്പ് സന്ദേശങ്ങളോ നിങ്ങൾ വിശ്വസിക്കരുത് എന്നൊരു മുന്നറിയിപ്പും പോലീസ് നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.